വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ നമുക്ക് കുറച്ച് മത്സരാർത്ഥികളെ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഓരോന്ന് പരിചയപ്പെടാം. മഴ ആയതുകൊണ്ട് കുടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. എന്താ പേര്? പ്രീത. എന്ത് ചെയ്യുന്നു? എവിടെ? വികാസ് ഭവൻ. ഓക്കെ. വികാസ് ഭവനിൽ തന്നെ എല്ലാവരും അവിടെയാണോ? അവിടെ തന്നെയാണ്. അവിടെയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. മനസ്സിലുള്ള ആൻസർ പറയാതിരിക്കരുത്. ലാസ്റ്റ് എന്തായാലും കുറ്റബോധം തോന്നരുത്. ഇവിടുന്ന് മത്സരം കഴിഞ്ഞ് പോയിട്ട് അയ്യോ ആ ക്വസ്റ്റ്യൻ എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും വരരുത്. എന്തുണ്ടെങ്കിലും പറയാം. 20 സെക്കൻഡിനുള്ളിൽ പറയണം. ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ ചോദ്യം, പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ട്? കുസൃതി ചോദ്യ. താക്കോലുണ്ട്. ഇവിടെ താക്കോല് കൂട്ടും കൊണ്ടാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടുന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോൽക്കാൻ കാരണമെന്ത്? ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സ്പീഡ് കൂടുതലായോണ്ട്? അല്ല. അല്ല, അതല്ല. സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോൽക്കാൻ കാരണമെന്ത്? പുലി ജയിച്ചതുകൊണ്ട് കറക്റ്റ് ആൻസറാണ്. ഇതാണ് കുസൃതി ചോദ്യം. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മേശയിൽ 10 ഈച്ചകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിനെ അടിച്ചു. ബാക്കി എത്ര ഈച്ചകൾ? പറന്നുപോയി. കറക്റ്റ് ആൻസറാണ്. ബാക്കി എല്ലാ ഈച്ചകളും പറന്നുപോയി. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി ഏതാണ്? ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി തുമ്പ. കറക്റ്റ് ആൻസറാണ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ നിന്ന് കിട്ടി. എനിക്ക് വയ്യ, കുസൃതി ചോദ്യത്തിൻ്റെ ആളാണെന്ന് തോന്നുന്നു. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഴുതാൻ പറ്റുന്ന ഡ്രസ്സ്. നമുക്കെല്ലാവർക്കും ഉണ്ട് ഈ ഒരു ഡ്രസ്സ്. ഫ്രണ്ടിൽ ഒരൊറ്റ അക്ഷരം കൂടെ ചേർത്താൽ മതി, കിട്ടും. ഡ്രസ്സിന്റെ ഫ്രണ്ടിൽ ഒരു അക്ഷരം ചേർക്കാം. നമുക്കെല്ലാവർക്കും ഉണ്ട്. അഡ്രസ് കറക്റ്റ് ആൻസറാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എത്ര ക്വസ്റ്റ്യനായി? 5 ക്വസ്റ്റ്യൻ. 5 ക്വസ്റ്റ്യൻ്റെ ആൻസറും നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇനി 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോകത്ത് എല്ലായിടത്തുമുള്ള പനി എന്താണ്? 10 ക്വസ്റ്റ്യൻ. ലോകത്ത് എല്ലായിടത്തുമുള്ള പനി ഏതാണ്? ഈ പനിയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി. കറക്റ്റ് ആൻസർ. എന്തു ആവട്ടെ, ഞാൻ പറഞ്ഞു ആൻസർ. അപ്പോൾ കറക്റ്റ് ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോകാം. വലുതാകുമ്പോൾ പേര് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കായ ഉണ്ട്. വീട്ടിൽ കറികളൊക്കെ വയ്ക്കാൻ ഈ കായ ഉപയോഗിക്കാറുണ്ട്. വലുതാകും തോറും ചെറുതിലെ ആകുമ്പോൾ ഒരു പേര്, പിന്നെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ മറ്റൊരു പേര്. പഴം അല്ല, കുറച്ചുകൂടെ വലുതാകുമ്പോൾ മറ്റൊരു പേര്. അങ്ങനെ വരും. കുട്ടിക്കാലത്ത് നമ്മൾ ഇത് വെച്ച് കളിക്കും. വലുതാകുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടിയൊക്കെ വലുതാകുമ്പോൾ നമ്മൾ കുടിക്കാറുണ്ട് ആ ഒരു സാധനം. തേങ്ങ. കറക്റ്റ് ആൻസറാണ്. അപ്പോൾ 6 ക്വസ്റ്റ്യൻ്റെ ആൻസറായി ഇവിടെ നിന്ന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ. ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈനുണ്ട് ജനങ്ങൾക്ക്. എപ്പോഴും അതിന് മുന്നിൽ തന്നെയാണ്. എന്താണ്? സീബ്ര ലൈൻ അല്ല. ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ. ഇവിടെ ഉള്ളതാണോ? ലൈൻ. ലോകത്തെല്ലായിടത്തും ഉണ്ട് ആ ലൈൻ. നമ്മുടെ വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്. യെസ്, ഓൺലൈൻ കറക്റ്റ് ആൻസർ. അപ്പോൾ 7 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പുക്കുട്ടൻ്റെ അച്ഛന് 5 മക്കൾ. 1ാമൻ യുധിഷ്ഠിരൻ, 2ാമൻ ഭീമൻ, 3ാമൻ അർജുനൻ, 4ാമൻ ആര്? അപ്പുക്കുട്ടൻ. കറക്റ്റ് ആൻസർ. ചിലർ പറയും നകുലനെന്ന്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഒരിക്കലും കയ്യിൽ ഇടാൻ പറ്റാത്ത ഒരു വള ഉണ്ട്. ഏതാണ് ആ വള?
ഒരിക്കലും കയ്യിലിടാൻ പറ്റാത്ത വള. ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ സൗണ്ട് നമുക്ക് കൂടെ കേൾക്കാൻ പറ്റും. തവള. തവള കറക്റ്റ്. തവള വിളിക്കുന്ന സൗണ്ട് ഇവിടെ കേൾക്കണുണ്ട്. അപ്പോൾ തവള ഇവിടെ 2 ക്വസ്റ്റിൻ്റെ ആൻസറായി. ഇവിടെ 8 ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ 10 ക്വസ്റ്റിനും ആൻസർ കിട്ടി. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ 10 ക്വസ്റ്റിനിൽ 8 ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ആരാ? അപർണയാണ്. അപ്പോൾ അപർണയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിൻ്റെ ന്യൂസ് റിപ്പോർട്ടറായ അനുജ പ്രകാശിനെ ക്ഷണിച്ചോളുന്നു. ഇഞ്ചോടിഞ്ചിൻ്റെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.